ഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സുഭദ്ര യോജനയുടെ ലോഞ്ച് ആണ്. സുഭദ്ര യോജന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻസിന്, അതായത് 21 to 60 ഇയേഴ്സിന്റെ ഇടയിലുള്ള വുമൻസിന് 10,000 rupees 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻ ഉള്ളവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. സോ അപ്പൊ അങ്ങനെ ആ ഒരു എമൗണ്ട് 5 വർഷത്തേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു യോജനയാണ് സുഭദ്ര യോജന എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് എവിടാന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. ഓക്കെ, അപ്പോ 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 10,000 രൂപ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഒഡീഷയിൽ ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് സുഭദ്ര യോജന എന്ന് പറയുന്നത്. ഇത് അങ്ങനെ 5 വർഷത്തേക്ക് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് സെലക്ട് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിന് ഡയറക്റ്റ് അവരുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 ഇൻസ്റ്റാൾമെന്റ് വരും. ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് രക്ഷാബന്ധൻ ഡേയോടനുബന്ധിച്ചും, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് വുമൻസ് ഡേയോടനുബന്ധിച്ചുമാണ് ഇത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ഒഡീഷ CM മോഹൻ ചരൺ മഹജിയാണ്, അവിടുത്തെ ഗവർണർ രഘുബർ ദാസ് ആണ്. ഈ ഒരു ഇനാഗുറേഷന്റെ ടൈമില് നമുക്ക് വേറെ കുറച്ച് മിനിസ്റ്റേഴ്സ് കൂടെ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. ദെൻ ജ്വൽ ഓറം, ട്രൈബൽ അഫയേഴ്സ് ആണ്. ദെൻ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ് അന്നപൂർണ ദേവി. ഇത്രയും പേരുടെ സാന്നിധ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ അപ്പോ സുഭദ്ര യോജന സ്റ്റേറ്റ് ഒഡീഷയാണ് ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദിജിയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഡൽഹി റിലേറ്റഡ് ന്യൂസ് ആണ്. ഡൽഹിയിലെ CM ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ CM പോസ്റ്റ് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള VK സക്സേനയാണ്. ഡൽഹിയിൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള VK സക്സേനയ്ക്കാണ്. അദ്ദേഹം എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. സോ ആ ഒരു പാർട്ടിയിൽ തന്നെ അതിഷി മെർലേനെ പുതിയ CM ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഇലക്ഷൻ വരുന്നത് വരെ CM എന്ന് പറയുന്നത് അതിഷി മെർലേന അല്ലെങ്കിൽ അതിഷി സിംഗ് എന്നും പറയാറുണ്ട്. സോ അദ്ദേഹം റിസൈൻ ചെയ്തെന്നുള്ള ന്യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. എവിടുത്തെ CM ആയിരുന്നു? ഡൽഹി CM ആയിരുന്നു. അത് റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. റിന്യൂവബിൾ എനർജി സെക്ടർ വിൽ പവർ ഇന്ത്യസ് ഗ്രോത്ത്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു ഇനാഗുറേഷൻ ടൈമിൽ പറഞ്ഞൊരു വേർഡാണ്. ഇത് ഏതിന്റെ ഇനാഗുറേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റേഴ്സ് മീറ്റ്സ് ആൻഡ് എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഗുജറാത്തിലാണ് നടന്നത്. ഇത് 4ാമത്തെ എഡിഷൻ ആണ് നടക്കുന്നത്. 4 എഡിഷനും ഇത് നടന്നിരിക്കുന്നത് ഗുജറാത്തിലാണ്. സോ അപ്പൊ അതിന്റെ 4ാമത്തെ എഡിഷനിൽ നരേന്ദ്രമോദിജി പറഞ്ഞ കാര്യമാണ് ഇത്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് റിന്യൂവബിൾ എനർജി ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ 3rd ടൈമാണ് അവർ ഭരിക്കാൻ കയറുന്നത്. അപ്പൊ അതിൽ 100 days കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം അവരുടേതായിട്ടുള്ള കുറെ നേട്ടങ്ങൾ അവര് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നേട്ടങ്ങളും അവരിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് വേർഡ്സ് ആണിത്. അതിൽ അവരുടെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 12 ന്യൂ ഇൻഡസ്ട്രിയൽ സിറ്റീസ് വരാൻ പോകുന്നുണ്ട്. 8 ഹൈ സ്പീഡ് റോഡ് കോറിഡോർ പ്രോജക്ട്സ് വരുന്നുണ്ട്. ഓൾറെഡി ലോഞ്ച് ആയിട്ടുള്ളതാണ് കുറച്ച് വന്ദേ ഭാരത് ട്രെയിൻസ്. അതുകൂടാതെ 15 ആണ്. അതിൽ കുറച്ച് ലോഞ്ച് ആയിട്ടുണ്ട്. 15 സെമി ഹൈ സ്പീഡ് വന്ദേ ഭാരത് ട്രെയിൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബയോ V3 പോളിസി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പോളിസീസ് അവര് അതിനങ്ങനെ വേറെ കുറെ ഹൈവേസും എല്ലാം അവര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറെയൊക്കെ അവര് ചെയ്ത് കഴിഞ്ഞു, കുറെയൊക്കെ ഇനി ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതായത് G20 കൺട്രീസ് എടുക്കുകയാണെങ്കിൽ പാരീസ് ക്ലൈമറ്റിക് ഗോളിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരേ ഒരു G20 കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് നമ്മുടെ ഈ ഗവൺമെന്റിന് നേട്ടമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക. പക്ഷെ ഇത് നല്ലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. G20 കൺട്രീസിൽ ആകെ പാരീസ് ക്ലൈമറ്റിക് ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ട ഒരേ ഒരു കൺട്രി എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇന്ത്യയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു സ്കീം ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. സ്കീമിന്റെ പേരാണ് NPS വാത്സല്യം. ആ NPS എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പെൻഷൻ റിലേറ്റഡ് ആണ് അല്ലെ. യെസ്, നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന് അവരുടെ പെൻഷനിൽ നിന്ന് തന്നെ 1000 രൂപ മാസം തങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു സ്കീമാണ് NPS വാത്സല്യ എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ അവര് പുതിയൊരു NPS വാത്സല്യ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുവഴിയായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ എക്സ് സബ്മിറ്റ് ആണ്. ഇന്ത്യ
അല്ലെങ്കിൽ ഇൻഡസ് എക്സ് സബ്മിറ്റ് ആണ്. ഇൻഡസ് എക്സ് സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും US തമ്മിലുള്ള ഒരു സബ്മിറ്റ് ആണ്. അതിന്റെ ഫുൾ നെയിം ആണ് ഇന്ത്യ US ഡിഫൻസ് ആക്സിലറേഷൻ എക്കോസിസ്റ്റം സബ്മിറ്റ് എന്നാണ്. ഇത് നടന്നത് കാലിഫോർണിയയിൽ വെച്ചിട്ടാണ്. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 നമ്മുടെ പ്രൈം മിനിസ്റ്റർ US വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്ത സമയത്ത് അമേരിക്കയുമായിട്ട് ഒരുപാട് MOUs സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൈൻ ചെയ്ത MOUsൽ ഇന്ത്യയും ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസും അതിനൊക്കെ തന്നെ അമേരിക്കൻ ഡിഫൻസ് ഇന്നോവേഷൻ യൂണിറ്റും സൈൻ ചെയ്തിട്ടുള്ള ഒരു MOU ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സബ്മിറ്റ് ഇപ്പം നടക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന്, സ്റ്റാർട്ടപ്പിന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നോവേഷൻസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതേണക്ക് തന്നെ ഇന്ത്യയിലുള്ള നമ്മുടെ സ്റ്റുഡൻസിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അമേരിക്കയുടെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഹെൽപ്പിംഗ് സബ്മിറ്റ് ആണ് ഇൻഡസ് എക്സ് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇൻഡസ് എക്സ് എന്ന് പറഞ്ഞ വെബ് പേജ് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനകത്ത് തന്നെ IDEXനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞത് അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ്. 2023 ഇത് ലോഞ്ച് ചെയ്തത്. എന്തിനാന്ന് പറഞ്ഞാൽ ഡിഫൻസ്, എയറോസ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം, അതേപോലെ സ്റ്റാർട്ടപ്സ്, MSMEs എല്ലാത്തിലേക്കും ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട്, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ട് US-ന്റെ ഹെൽപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. സന്തോഷ് കശ്യപിനെ നാഷണൽ സീനിയർ വുമൻസ് ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മുന്നേ ചൗബ ദേവിയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹവും കോച്ചായിട്ട് വരുന്ന ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് സാഫാണ്. സാഫ് നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണ്. October 17 സാഫ് നടക്കാൻ പോകുന്നത്. അത് കാഠ്മണ്ഡൂരാണ്. സോ അപ്പൊ അദ്ദേഹം കോച്ചായിട്ട് വരുന്ന ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് സാഫ് വുമൻസ് ഇതാണ്, കാഠ്മണ്ഡൂരാണ് നടക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ന്യൂസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറെ കുറച്ച് ന്യൂസ് ആയിട്ട് കാണാം. ബൈ.